ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പർച്ചേസിങ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. റമദാനൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പർച്ചേസിങ്ങിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ലുലുവിലാണ് കേട്ടോ. റമദാൻ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും അടിപൊളി ഓഫറുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് ലുലുവിൽ. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നെസ്റ്റോയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ഓരോന്നും ഓരോ ഓഫറുള്ള സ്ഥലത്ത് പോയി ഇങ്ങനെ ഓരോന്നും മേടിക്കൽ കേട്ടോ. അല്ലാതെ ഒന്നിച്ച് ഓരോടത്തൊന്നും മേടിക്കില്ല. അപ്പോൾ ഒരു കടയിൽ ഓഫറുള്ള സാധനം ചിലപ്പോൾ മറ്റു കടയിൽ ഓഫർ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ അങ്ങനെ ഓഫറുള്ള സാധനങ്ങൾ മാത്രം നോക്കി മേടിക്കുമ്പോൾ നമുക്കൊരുപാട് പൈസക്ക് ലാഭമാണ് കേട്ടോ. ഞാൻ കുറച്ച് പർച്ചേസിങ്ങുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് നടത്തിയിട്ട്. കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള കോക്കനട്ട് പൗഡർ, അതുപോലെ നമ്മുടെ ഈ മസാലകളൊക്കെ ഉണ്ടാവില്ലേ, അതായത് ചിക്കന്, ബീഫ്, ബിരിയാണി മസാല, അങ്ങനെയൊക്കെയുള്ള മസാലകളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെസ്റ്റോന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞാൽ അവിടെ ഓഫർ ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയതായിരുന്നു. റമദാനായിട്ട് ഫുഡ് ഐറ്റംസിന് മാത്രമല്ല കേട്ടോ ഓഫർ. നമ്മുടെ ഈ റൂമുകളും വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് നല്ല ഫ്ലാസ്കുകൾ, അതുപോലെ പാത്രങ്ങൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ്, അതുപോലെ ചിക്കന്, ബീഫ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അധികം എടുത്തിട്ടില്ല കേട്ടോ. കാരണം അത് മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ ഫ്രഷായിട്ട് അങ്ങനെ കൊണ്ടുവരലാണ്. ആവശ്യത്തിനനുസരിച്ചുള്ളത് മാത്രമാണ് അങ്ങനെ മേടിക്കൽ. ഇവിടെ നമ്മൾ അവക്കാഡോ, പിന്നെ കുറച്ച് ഗ്രേപ്സ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ തേങ്ങ നമുക്ക് ഇങ്ങനെ ചുരണ്ടാത്തതും ചുരണ്ടിയതും കിട്ടും കേട്ടോ. എനിക്ക് തേങ്ങ വല്ലാണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു തേങ്ങ ചുരണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കേക്കിൻ്റെ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മോളെ കൺട്രോൾ പോട്ടോ. അവൾ ഭയങ്കര കേക്കിൻ്റെ കൊതിച്ചിയാണ്. കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഒരു പീസ് മേടിച്ച് അവിടുന്ന് തന്നെ അവൾക്ക് കഴിച്ചാലേ സമാധാനമുള്ളൂ. കേക്ക് കണ്ടു കഴിഞ്ഞാൽ അവൾ വിടില്ല. പിന്നെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. ഒരുപാട് ഓഫറുണ്ട്. 3 റിയാൽ, 2 റിയാൽ, 5 റിയാൽ, ഇതൊന്നും അല്ല, ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ കാണുന്ന ഐറ്റംസിനൊക്കെയാണ് 3, 5, 6 അങ്ങനെയൊക്കെ വരുന്ന റേറ്റ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ റമദാൻ ആയതുകൊണ്ട് ഓഫറായിട്ട് വെച്ചിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മുടെ റമദാൻ പർച്ചേസിങ് ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റമദാൻ പർച്ചേസിങ് ചെയ്തത് നെസ്റ്റോന്നും ലുലുന്നും കൂടെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് ഒക്കെ ഒരുവിധം ആയി, ഒരുവിധം എന്നല്ല, ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ ലുലുന്ന് മേടിച്ചത്. നെസ്റ്റോന്ന് മേടിച്ചത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.